നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വിതുരയിലാണ് ഉള്ളത്. വിതുരയിൽ നിന്ന് നമ്മൾ ബോണക്കാടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതാ നമുക്ക് ഐസർ കാണാം. ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐസർ. അപ്പോൾ വിതുരയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമാണ് ഈ ഐസറിലോട്ടുള്ളത്. ഈ ഐസർ കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ജേഴ്സി ഫാമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വനം തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ബോണക്കാടിലോട്ട് പോകുന്ന ചെറിയ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതുവഴി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KSRTC ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ തമ്പാനൂർ 5 മണിക്ക് ഒരു ബസ്സുണ്ട്, പക്ഷേ അത് വരാൻ സാധിച്ചില്ല. അതിനുശേഷം 11:40 നെടുമങ്ങാട് നിന്നുള്ള ബസ്സിനാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് 1:30 ആകുമ്പോൾ അവിടെ എത്തും. അവിടുന്ന് തിരിച്ച് ആ ബസ് ഇതാണ് ജേഴ്സി ഫാം. അവിടുന്ന് 2 മണിക്ക് ആ വണ്ടി തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അതിൽ നമ്മൾ തിരിച്ചു പോരണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. കാരണം അധികം ബസ്സുകളില്ല ഈ റൂട്ടിൽ. രാവിലെ ഒരു ബസ്സുണ്ട്, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ വൈകിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അല്ലാതെ പ്രൈവറ്റ് വണ്ടിയെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ. അതുവഴി അങ്ങോട്ട് കടത്തി വിടില്ല. അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട പരിചയമുള്ള ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ. അതിന് പാസ്സൊക്കെ എടുക്കണം എന്നാണ് അറിഞ്ഞത്. ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പത്രത്തിലും അല്ലാതെ യൂട്യൂബ് അതേപോലുള്ള മാധ്യമങ്ങളിൽ കൂടെ കിട്ടിയ അറിവ് വെച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ റോഡൊക്കെ തന്നെ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. ചെറിയ റോഡാണ്. അതിൻ്റെ ഇവിടെ റോഡ് ഇടിഞ്ഞ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു വണ്ടി കഷ്ടിച്ച് പോകത്തേ ഉള്ളൂ. അതുതന്നെ ഈ ബസ് വളരെ നീളം കുറഞ്ഞ വണ്ടിയാണ്. ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ഹെയർ പിൻ വളവുകളൊക്കെയാണ്. കറക്റ്റ് പൊന്മുടി പോകുന്ന അതേ രീതിയിലുള്ള റോഡും അതേപോലെയുള്ള ബസ്സുമാണ്. ഈ ബോണക്കാട് എന്ന് പറഞ്ഞാലൊരു ചെറിയൊരു ഗ്രാമമാണ്. വനത്തിനുള്ളിൽ പണ്ടൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ എസ്റ്റേറ്റിൽ ജോലിക്ക് വന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ താമസിക്കുന്നു. ആ എസ്റ്റേറ്റ് നിർത്തിയിട്ട് ഏതാണ്ട് 10-23 വർഷം കഴിയും. അപ്പോൾ അവിടുത്തെ ജോലിക്കാരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നു. അവരുടെ ആ കമ്പനി അനുവദിച്ച ക്വാർട്ടേഴ്സൊക്കെ അതൊക്കെ ചിലതൊക്കെ ഇപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ആയിട്ടുണ്ട്. അവിടെ തന്നെ അവരിപ്പോഴും താമസിക്കുന്നു. അവിടെ ചില കൃഷിയൊക്കെ ചെയ്ത് ചിലരൊക്കെ തൊഴിലുറപ്പ് പണിക്കൊക്കെ ജോലിക്കൊക്കെ പുറത്തു പോകുന്നു. അങ്ങനെ അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ്ട് 130-130 കുടുംബക്കാരുണ്ട്. അവരിങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ, അവിടെ കുറച്ച് പ്രദേശങ്ങൾ ഉണ്ട്. അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടോട്ട് നമ്മളൊന്ന് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. തിരിച്ചു വരാം എന്നോർത്ത് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പ്രൈവറ്റ് വണ്ടി വന്നാൽ ഇവിടെ ചെക്ക് ചെയ്തിട്ടേ വിടത്തുള്ളൂ. നമുക്ക് എല്ലാവരും വിടത്തില്ല. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. അതിന് പ്രത്യേക പാസ്സുണ്ട്. പാസ് എടുത്താൽ അവരുടെ ആൾക്കാർ കൂടെ വരും, ഫോറസ്റ്റിൻ്റെ. എന്നാൽ മാത്രമേ നമുക്ക് വാച്ചർ കൂടെ വരും. എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ. നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ലെഫ്റ്റിലോട്ട് പോയാൽ ബോണക്കാട്ടിലുള്ള വഴിയാണ്. ബോണക്കാട് ചെന്ന വഴി തീരുകയാണ്. അപ്പോൾ നമ്മൾ ബോണക്കാട്ടിൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. 23 വർഷം മുമ്പ് 23 വർഷം മുമ്പ് വരെ അവർ കമ്പനി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന കമ്പനിയാണ്. അത് കഴിഞ്ഞ് എന്തോ ഉടമകൾക്ക് എന്തോ പ്രശ്നം പറ്റി, അങ്ങനെ കടം വന്നു, അങ്ങനെ ജപ്തിയോ എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ അത് പൂട്ടി ആ കമ്പനി അതേപോലെ നശിച്ചു. അതിൻ്റെ ഫർണിച്ചറും അതിൻ്റെ എല്ലാ മെഷീനറീസും എല്ലാം അങ്ങനെ അവിടെ തന്നെ കിടന്ന് നശിച്ചു. അങ്ങനെ പക്ഷേ ആ ജനങ്ങൾ ഇപ്പോഴും ആ പ്രദേശത്ത് ജീവിക്കുന്നു. കുറേ ആൾക്കാരൊക്കെ അവിടുന്ന് മാറിപ്പോയി. പക്ഷേ അവരവിടുന്ന് ഇപ്പോഴും മറ്റു വിതിരയിലുമൊക്കെ വന്ന് ജോലിയൊക്കെ ചെയ്ത് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവിടോട്ട് പോവുകയാണ്. നമ്മളിപ്പം പോകുന്ന ഈ ബോണക്കാടൊക്കെ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യപർവ്വതനിരയുടെ താഴ്വരയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് എല്ലാ മൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ്. പിന്നെ കുറേയേറെ വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു പ്രദേശം വാഴവന്തമാണ്. പിന്നെ അതുപോലെ തന്നെ പേപ്പാറ ഡാം, അങ്ങനെ ഒരുപാട് കുറേയേറെ ഡാമുകളും എല്ലാം ഈ പരിസരത്ത് ഒരു 10-25 കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുള്ളൊരു, നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളുള്ളൊരു ഏരിയയാണ്. അതുപോലെ തന്നെ റോഡ് വളരെ ചെറിയ റോഡായതുകൊണ്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വല്ല റോഡ് മരങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര മുടങ്ങുകയൊക്കെ ചെയ്യാം. അന്നേരം വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇവിടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ മഴക്കാലത്ത് വന്നാലേ ഉള്ളൂ അതിൻ്റെ ബ്യൂട്ടി. ഇപ്പം നല്ല പച്ചപ്പ്, കംപ്ലീറ്റ് പച്ചപ്പാണ്. നല്ല രസമായിട്ട് കാണാൻ. ഒരുപാട് ഉറവകൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ KSRTC ബസ്സിൽ പോകുമ്പോൾ നമുക്ക് എല്ലായിടത്തും നിർത്തി അത് കാണാൻ സാധിക്കില്ല. പ്രൈവറ്റ് വണ്ടിയിൽ വന്നാലേ അത് ഓരോന്നും കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രൈവറ്റ് വണ്ടി വരാൻ നമുക്ക് എല്ലാവർക്കും ഒന്നും നിർവാഹമില്ല, പെർമിഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ
കാണാൻ പറ്റുന്ന കാഴ്ചകൾ മാത്രം നമുക്കിരുന്ന് കാണാം. പ്രധാനമായിട്ടും ഇതിനടുത്ത് തന്നെ പേപ്പാറ ഡാം, റിസർവോയർ, മലനിരകൾ, അതുപോലെ ഒരുപാട് തേയില അടച്ചുപൂട്ടിയ തേയില ഫാക്ടറി, പിന്നെ അതുപോലെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാം തകർന്നിരിക്കുകയാണ്. അതുപോലെ ഈ ബോണക്കാട് മുതൽ അഗസ്ത്യാർകൂടം വരെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അത് ഈ മഴയ സമയത്തല്ല, അത് ഏതാണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ യാത്ര ചെയ്യാൻ സാധിക്കും. പാനിപ്പത്ത് എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ അതെല്ലാം പെർമിഷൻ എടുക്കണം. ഒരുപാട് അവിടെയൊക്കെ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വ്യത്യസ്തങ്ങളായ പക്ഷിമൃഗാദികളുള്ളൊരു സ്ഥലമാണ് ഈ അഗസ്ത്യാർകൂടം, ഈ മലനിരകളെല്ലാം തന്നെ. അതുപോലെ തന്നെ പല വെറൈറ്റി വ്യത്യസ്തങ്ങളായ ഒരുപാട് മരങ്ങൾ, വൃക്ഷലതാദികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു അമ്പലമുണ്ട്. അപ്പം ബസ് നിർത്തി നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ തന്നെ അവിടെ പോയി വിളക്ക് കത്തിക്കുകയാണ്. അപ്പം ഞാനും ഇറങ്ങി. അമ്പലത്തിൻ്റെ പേരറിയില്ല, എന്തായാലും നമ്മളും അതിൽ ഭാഗമായി വിളക്ക് കത്തിക്കുക. ആകപ്പാടെ യാത്രക്കാർ 7 പേര് 8 പേരേ ഉള്ളൂ യാത്രക്കാർ. നേരത്തെ ഇവിടെ ഉത്സവമൊക്കെ കൃത്യമായിട്ട് എല്ലാ വർഷവും ഉത്സവം നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. ഇതിനെന്തൊക്കെയോ പ്രശ്നം പറ്റി. ഇപ്പോൾ ഫോറസ്റ്റുകാർ പെർമിഷൻ കൊടുക്കുന്നില്ല. ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കുരിശുമലയിൽ ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങൾ കാണുന്നു. അവിടെ ആരും വിടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. വനത്തിനുള്ളിൽ ആരും ദൈവത്തെ ആരാധിക്കേണ്ട എന്നൊരു തീരുമാനം ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പെർമിഷൻ ഇല്ല. അപ്പോൾ പേരറിയാത്ത ക്ഷേത്രത്തിൻ്റെ പേര് അവരോട് ചോദിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പേര് ചോദിച്ചു. വഴക്കൊമ്പാറ ക്ഷേത്രം, മുനി ക്ഷേത്രം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും പേരിൽ എന്തിരിക്കുന്നു, ക്ഷേത്രം, അവർ ആരാധന നടത്തുന്നു. അപ്പം തിരിച്ചിനിയും നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ബോണക്കാടിലോട്ട് വീണ്ടും ബസ് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ബോണക്കാട് എത്തി. ഇതാണ് ആ എസ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്ത രാജേഷ് കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ചെറിയൊരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. പേരെന്തോ? പേര് രാജേഷ്. എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് രാജേഷ് ഇവിടെ തന്നെ സ്ഥിരതാമസമാണ്? ഞാൻ ഇവിടെയാണ്. ഇവിടുത്തെ കാര്യം ഇവിടെ ഇപ്പോൾ എങ്ങനെ ജോലിയൊക്കെ ഇവിടുത്തെ ആൾക്കാരെങ്ങനെ? ഇവിടുത്തെ ആൾക്കാർ കൂടുതലും തൊഴിലുറപ്പ് ജോലിയാണ്. എസ്റ്റേറ്റ് പ്രവർത്തനമില്ല. ഇവരുടെ സ്വന്തം സ്ഥലമാണ് ഇതൊക്കെ? അല്ലല്ല, മാനേജ്മെന്റിന്റെ സ്ഥലമാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല? ഇല്ല, ഒന്നും ചെയ്യാൻ. കൃഷിയുണ്ട്, നിലവിൽ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മൃഗശല്യമൊക്കെ, മൃഗശല്യം എന്ന് പറയുമ്പം കൃഷിനാശമൊക്കെ മൃഗശല്യം, ഈ പന്നി ഇതൊക്കെ നശിപ്പിക്കും. കരടിയുടെ ഇറങ്ങിയിട്ട് കേട്ടായിരുന്നു? കരടി ഉണ്ട്. ആനയൊക്കെ വരും? ഇല്ല, അത് ചക്ക മാങ്ങ സീസണിലാണ് കരടി വന്നത്. 130 കുടുംബം പഠിപ്പിച്ചു. പഞ്ചായത്തിന്റെ ഒരു വാർഡാണ്? ഒരു വാർഡാണ്. ഇവിടെ നിങ്ങളുടെ ആള് തന്നെയാണ് പഞ്ചായത്ത് മെമ്പർ? നമ്മുടെ ആളാണ് പഞ്ചായത്ത് മെമ്പർ. നിങ്ങളെല്ലാം ഒറിജിനൽ ഇവിടുത്തുകാർ തന്നെയാണ്? നമ്മുടെ ഇവിടെ ഉള്ളതാണ്. എല്ലാവരും ഇവിടുത്തെ പണ്ട് തന്നെ ഇവിടെ ഉള്ളവരാണ്? ഇവിടെ ഉള്ളതാണ്, ജനിച്ചുള്ളതല്ല ഇവിടെ തന്നെ. അപ്പം അച്ഛനമ്മ അപ്പൂപ്പന്മാരെല്ലാവരും ഇവിടുത്തെ തന്നെ? ഇവിടുത്തെ വരാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി എത്ര ബസ് ഉണ്ട് ഇങ്ങോട്ട്? ഒരു ദിവസം 4 ബസ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാവിലെ 5 മണിക്ക് 5 മണി തിരുവനന്തപുരത്തുനിന്നുള്ള സമയം പറഞ്ഞാൽ 5 മണി, പിന്നെ ഉച്ചയ്ക്ക് 2 മണി, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പിന്നെ രാത്രി നമ്മുടെ നെടുമങ്ങാടുന്നാണ്. അങ്ങോട്ട് പോകാൻ പിന്നെ 5 മണി കഴിഞ്ഞാൽ ബസ്സില്ല? വൈകിട്ട് ബോണക്കാട് നിന്ന് തിരിച്ച് 5 മണി കഴിഞ്ഞാൽ ബസ്സില്ല. രാത്രി എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ആശുപത്രി വിതിരയാണ്. വിതിര തന്നെയാണ്. ആശുപത്രി വണ്ടി കിട്ടുമോ? വണ്ടിയൊന്നുമില്ല, ആംബുലൻസ് തന്നെ വിളിക്കണം. അവിടുന്ന് ആംബുലൻസ് പറഞ്ഞു? ആംബുലൻസ് ആണ്. ഇതേത് നിയോജകമണ്ഡലം? ആറ്റിങ്ങൽ. അതായത് പാർലമെന്റ്, അങ്ങനെ പാർലമെന്റ് ആറ്റിങ്ങൽ, നിയമസഭ അരുവിക്കര. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛനമ്മയോ ഉണ്ട്. എന്താ പഠിക്കുകയാണ്? ജോലിയാണ്? അല്ല, ജോലി. അഗസ്ത്യർകൂടം കയറി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് രാജേഷ് പറഞ്ഞു.
അപ്പോൾ അങ്ങോട്ട് പോകാം. എന്തായാലും അരമണിക്കൂർ നമുക്ക് സമയമുണ്ട്. അരമണിക്കൂറല്ല, ഒരു 10-40 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം. മഴയുള്ള സമയത്തൊക്കെ നല്ല വെള്ളം ഒഴുകുന്നു, ആൾക്കാർ കാണാനൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളത്തിലോട്ട് ഇറങ്ങാനിപ്പോൾ പേടിയാണ്, വെള്ളമൊക്കെ. പക്ഷെ നല്ല ശുദ്ധമായ വെള്ളമാണ്, മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. എന്തായാലും വെള്ളത്തിലൊന്നും ചവിട്ടുന്നുമില്ല, തൊടുന്നുമില്ല. ഇപ്പോൾ പേടിയാണ്. ചെറിയ വെള്ളച്ചാട്ടമാണ്. അവരൊക്കെ ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെളിയിൽ ഇങ്ങനെ പതുക്കെ ഒഴുകി വരികയാണ്. പാറയൊക്കെയാണ്. പക്ഷേ വെള്ളച്ചാട്ടം എല്ലാം ഡേഞ്ചർ അല്ലേ പോലും നമ്മൾ ഈ പാറയെ കയറി കഴിഞ്ഞാൽ അതിന് ചെറിയ വഴുക്കൽ കാണിക്കും. അപ്പോൾ തെറ്റിയടിച്ച് നമ്മൾ താഴെ വീഴും. അത് മതി കൈയൊക്കെ ഒടിയാൻ. അപ്പോൾ നമ്മൾ വളരെ ഇതേപോലുള്ള ഏറിയ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നല്ലൊരു രസമാണ്. പക്ഷെ ഇവിടെ ആ എസ്റ്റേറ്റ് പൂട്ടിയില്ലായിരുന്നെങ്കിൽ നല്ലൊരു പ്രദേശമായിട്ട് ഇവിടെ വികസിച്ചാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജപ്തി ചെയ്ത സ്ഥലമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ അവർ കുറേ സ്ഥലങ്ങളൊക്കെ കയ്യേറിയൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും അവരുടേതായിട്ടില്ല. എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൻ്റെ ബോർഡാണ് കണ്ടത്. ഇതാണ് ഹോട്ടൽ. നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഇനി എന്തായാലും കഴിക്കുന്നില്ല. ഇതാണ് ആ ടീ എസ്റ്റേറ്റിൻ്റെ പ്രധാന ബിൽഡിങ്. ഇത്ര നല്ല രീതിയിൽ നടന്നൊരു ടീ എസ്റ്റേറ്റ് ആയിരിക്കും ഒരു പക്ഷേ അല്ലേ. കടം കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മുതലാളിമാർ ഇവിടുന്ന് മുങ്ങിയെന്നാണ് പറയുന്നത്. നല്ല രസം, നല്ല സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലം. അതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് എസ്റ്റേറ്റിനകത്ത് പശുവൊക്കെ ഉണ്ട്. കുറേ പശുക്കളെ അയച്ചു വിട്ടിട്ടുണ്ട്. അതൊക്കെ ഇവിടെ തന്നെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനകത്തൊക്കെ ഉണ്ട്. വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെയൊക്കെ നിൽപ്പുണ്ട് പശുക്കൾക്ക്. നല്ലൊരു മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം നട്ടുച്ചയായിട്ട് പോലും ശകലം പോലും വെട്ടമില്ല എന്ന് പറയുന്ന ഇരുണ്ട് മൂടിയൊരു അന്തരീക്ഷം. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ബസ്സിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മയിലൊക്കെ അലയ്ക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു മൃഗങ്ങളെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. രാജേഷ് പറഞ്ഞത് മറ്റെല്ലാ മൃഗങ്ങളുടെയും പന്നിയുടെയൊക്കെ ശല്യമാണ് കൂടുതലുള്ളത്. മറ്റല്ലാതെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വന്ന് നശിപ്പിക്കും. അല്ലാതെ പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതുവഴി ഒറ്റയ്ക്കൊന്നും അധികം നടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബസ് തൊണ്ടങ്ങ് ദൂരെ കിടക്കുന്നു. ഇപ്പോഴ് 2 മണിക്ക് ബസ് വിട്ട് കഴിഞ്ഞാൽ ഒരു 3:30 ആകുമ്പോഴത്തേനും നമുക്ക് നെടുമങ്ങാട് എത്താം എന്ന് പ്രതീക്ഷിക്കും. നെടുമങ്ങാടോടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഈ ബോണക്കാട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ 5 മണിക്കുള്ള ബസ്സിന് വരുന്നതാണ് ഏറ്റവും സൗകര്യം. 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, പക്ഷേ ആരെങ്കിലും പരിചയക്കാർ കൂടുള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ ആരെയും കൂടെ ഒരാൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് കുറേ അങ്ങോട്ട് മാറിയിട്ടൊരു പ്രേതഭവനം ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഫേമസാണ്. രാജേഷോട് ചോദിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല, വെറുതെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് പോവുകയാണ്. നമ്മുടെ വണ്ടി വിട്ടു. അപ്പോൾ വീണ്ടും എപ്പോഴേലും നമുക്കിവിടെ വരാം, വേറെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.